കടിച്ച പാമ്പിനെ വരുത്തി കുത്തിക്കുക എന്ന് ചിലവരൊക്കെ ചില കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം. ചിലവർക്ക് അനുഭവം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് കഥയല്ല, എനിക്ക് നേരിട്ട് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളൊരു ആള് പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ഈ അനുഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സാധാരണ നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വിഷമുള്ള ജീവികളാണ്, അല്ലാത്തവരുണ്ട്. എങ്കിലും മിക്കവാറും അവരുടെ ഒരു വ്യക്തിയുടെ മരണം അടുത്ത് കഴിഞ്ഞാലായിരിക്കും ആ നാഗത്തിൻ്റെ അടുത്ത് എത്തിപ്പെടലോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കലോ ഫലമായിട്ട് തന്നെ തിരിച്ചു കടിക്കുക. അതിനെ ചവിട്ടാതെ ഒരിക്കലും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് എത്താതെ ഒരിക്കലും അത് നമ്മൾ ഉപദ്രവിക്കില്ല. അത് വേറെ എവിടെയെങ്കിലും കിടക്കണമെങ്കിൽ നമ്മൾ ഓടി വന്ന് കടിക്കാനായിട്ട് അത് വളരെ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നല്ല വിഷമുള്ള നാഗങ്ങളുണ്ട്. അവരുടെ വിഷങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലർ 8 അടി മുറുക്കെന്നൊക്കെ പറയും. 8 അടി നടക്കുക എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ആ സാധനം പെട്ടെന്ന് തലച്ചോറിലേക്കും എല്ലാ ഭാഗങ്ങളിൽ കലർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യം പിന്നെ കഷ്ടമാണ്, പിന്നെ മരണം തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് നടക്കരുതെന്ന് പറയും. ചിലർ അത് മുറിവ് വലിച്ച് കഴുകണം, കഴുകിയിട്ട് അതിൻ്റെ വിഷാംശത്തിന് പുറന്തള്ളണം എന്നൊക്കെ പറയും. ചിലർ കെട്ടിടണം എന്ന് പറയും. അപ്പോൾ എന്തായാലും തന്നെ അദ്ദേഹത്തിന് അരി ആയുസ്സുണ്ടെങ്കിൽ ഇപ്പോൾ ആശുപത്രിക്കോ വിഷവൈദ്യന്മാർ കുറവാണ്. ആശുപത്രിക്ക് കൊണ്ടുപോയി അതിന് വേണ്ടുന്നത് അപ്പോഴും പാമ്പിന്നതെന്ന് അറിയണം. അതിനനുസരിച്ചുള്ളതായ വിഷങ്ങളൊക്കെ അവർ കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ പാമ്പിന് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നതാണ് പാമ്പ്, അല്ലെങ്കിൽ ആ വ്യക്തിനെ പാമ്പ് കടിച്ചു, അപ്പോൾ തന്നെ ആ പാമ്പ് ആ സ്ഥലത്ത് നിന്ന് പോയിട്ടില്ല വെച്ചാൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വൃത്തി അങ്ങനെ തല്ലി കൊന്നിട്ടെങ്ങനെ ആയാലും അതിനെ വല്ല ചാക്കിലോ വല്ല കുപ്പികളിലൊക്കെ ആക്കിയിട്ട് ഡപ്പകളിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് ഇന്നതാണ് പാമ്പ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വിഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവർ പറയുന്ന കുറച്ച് സമയങ്ങളുണ്ട്, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിലീസാവാം, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നേരത്തെ വിഷവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നത്. ഞാനും 1-2 പേരെ ഇതേപോലെ വിഷം പറ്റിയിട്ട് കൊണ്ടുപോയിട്ട് വിഷവൈദ്യൻ്റെ അടുത്ത് പോയിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അറിയാം, എങ്ങനെയെങ്കിലും അവർക്ക് അറിയും ഒരാൾ വരുന്നുണ്ട് കിട്ടാന്നുള്ളത്. അവർ അതിനുള്ള തയ്യാറായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിനെ അവിടെ കൊണ്ടുവന്നപ്പോൾ അവരാദ്യം ഈ കിണ്ടി കാൽമേൽ പിടിപ്പിക്കും. കിണ്ടി, സാധാരണ കിണ്ടി. അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷം ഉണ്ടെങ്കിൽ അതിനെ അവർക്ക് പ്രത്യേകമായിട്ട് അറിയും. അതേപോലെ തന്നെ കുരുമുളക് കടിക്കാൻ കൊടുക്കും. അത് എരിവില്ല എങ്കിൽ അത് വിഷം കയറിയിട്ടുണ്ട് എന്നുള്ളതാവുമായിരിക്കണം അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ അവർ തിരിച്ചെടുക്കുക. അല്ലെങ്കിൽ നല്ല എരിവുണ്ട്, അല്ലെങ്കിൽ തീരെ എരിവില്ല, അപ്പോൾ വേറെ കുരുമുളക് കൊടുക്കും, അത് എരിവുണ്ടോ നോക്കുമെന്ന് പറയും. ഇല്ല വെച്ചെങ്കിൽ അതിന് അങ്ങനെയൊക്കെ പല പരീക്ഷണങ്ങൾ അവർ നടത്തിയിട്ടാണ് അതിനനുസരിച്ചുള്ള മരുന്നുകൾ അവർ തയ്യാറാക്കി കൊടുക്കുക. ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയം വരെ ആൾ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടും. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിലോ ഗംഭീരമായിട്ട് ഉറക്കം വരികയും ചെയ്യും. അപ്പോൾ ഉറങ്ങരുതെന്നാണ് വിഷവൈദ്യൻ്റെ അവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഇത്ര നേരം വിളക്കണ വരെ, എത്ര മണി വരെ ഉറങ്ങാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് പ്രശ്നമൊന്നും ഇല്ലാച്ചെങ്കിൽ ആൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ, കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് കിടന്നോട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ 1-2 പേർക്ക് ഇതേപോലെ തന്നെ സംഭവിച്ചിട്ട് കൃത്യമായിട്ട് വിഷം ഇറങ്ങിയിട്ടുള്ള അനുഭവമുള്ള ഒരു ആളാണ്. അതിൽ വിഷവൈദ്യന്മാരുണ്ടായിരുന്നു ഞങ്ങളവിടെ ഇടയ്ക്കാടത്ത് എന്ന് പറയും, പെരുമണ്ണ്. അവരൊക്കെ മരണപ്പെട്ടു പോയി. അതിൽ അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ വിഷം തീണ്ടിക്കഴിഞ്ഞാൽ അതിന് കൃത്യതയോട് കൂടിയിട്ട് വിഷം മരുന്ന് അതിൻ്റെ വിഷം ഇറങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടല്ല എന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നത്. ആ വ്യക്തി മരിച്ചു എന്നുള്ള തയ്യാറെടുപ്പിൽ അത്രയും സമയമായിട്ടുണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ വിഷവൈദ്യൻ്റെ അവിടേക്ക് എത്തുമ്പോൾ. വിഷവൈദ്യനല്ല, അദ്ദേഹം ഒരു കർമ്മിയാണ്. അദ്ദേഹം കർമ്മങ്ങൾ ചെയ്തിട്ട് ആ പാമ്പിനെ വരുത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. കാരണം കേൾക്കാൻ നമുക്കൊരു കൗതുകമുള്ള ഒരു കാര്യമാണ്. ചിലർ വളരെയധികം നിഷേധിക്കും, അങ്ങനെയൊന്നുമില്ല എന്ന്. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. ഇത് അത്രയും അറിവുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. കാരണം എനിക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഞങ്ങൾ ഇതുപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന മാതിരി ആള് ഒരു കർമ്മി, ആളിനെ അറിയാൾ ഭയങ്കര കർമ്മിയാണ്, ഇന്ന സ്ഥലത്താണ് ആളുടെ വീട് എന്ന് സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു നോക്കുമ്പോൾ
അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളേനെ അതുപോലെ ബന്ധുക്കളെ എനിക്കറിയാം, ഈ കർമ്മീനെ എനിക്കറിയില്ല. അപ്പം അതിനെ കുറിച്ച് അപ്പം ഇദ്ദേഹത്തിനെ ഇപ്പം ഈ പറയുന്ന ആൾക്ക് എന്നെ കൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെ നോക്കി അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് സർപ്പത്തിൻ്റെ വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ സർപ്പത്തിൻ്റെ ഇന്നമാതിരി കർമ്മം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അത് ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാം. അപ്പം ഇദ്ദേഹം കൃത്യമായിട്ട് അവിടെ ചെല്ലുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വിവാഹത്തിലുള്ള ആളാണ്. അപ്പം അങ്ങനെ കറങ്ങി ഇദ്ദേഹത്തിൻ്റെ അവിടെ എത്താറുണ്ട്. അവിടെ പോകുന്ന സമയങ്ങളിൽ ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തും. അവിടെ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവർ വർഷങ്ങളായിട്ടുള്ള പഴക്കമുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാവും ചിലപ്പോൾ സമയത്തിനനുസരിച്ച് ഉച്ച ആ സമയത്താണ് ചിലണ ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങുള്ളൂ. അപ്പോൾ ആ സമയത്താണ് വിഷം വെച്ചിട്ട് ഒരു കുട്ടീനെ കൊണ്ടുവരിക. ആ കുട്ടീനെ കൊണ്ടുവരുമ്പോൾ വീട്ടുകാരൊക്കെ ഭയങ്കര കരച്ചിലോടുകൂടി കരച്ചിലാണ്. വർഷങ്ങളായിട്ടുണ്ട്, വളരെ വർഷമുണ്ട്. അപ്പോൾ ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു ഇതുണ്ടായിരിക്കാം, അത്ര ഫേമസ് അല്ലായിരിക്കാം, ചികിത്സയുണ്ട്. പക്ഷെ നാട്ടിൻപുറത്തുള്ളവർക്ക് അതത്ര പരിചിതമല്ലാത്തൊരാളായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, കുട്ടീനെ എടുത്തിട്ട് അതിൻ്റെ ബന്ധുക്കളൊക്കെ കരഞ്ഞ് കുളിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ അവർ വന്നിട്ട് കുട്ടീനെ അവിടെ കെടുത്തിയപ്പോൾ ആള് മരിച്ച പോലെ ശരീരമൊക്കെ തണുത്തു തുടങ്ങി. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു, എൻ്റെ മോൻ പോയി, കുട്ടിയുടെ അച്ഛനും ഇവരൊക്കെ വന്നിട്ട് പറയാ, എൻ്റെ മകൻ പോയി, അവനെ ഞങ്ങൾക്ക് കിട്ടണം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കാക്കിൽ പിടിച്ച് കറിയുക. അപ്പം ഇദ്ദേഹം ഇങ്ങനത്തെ കർമ്മങ്ങളാണ് ചെയ്യുക. അതുകൊണ്ടാണ് ധൈര്യസമേതം പിടിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, അവിടെ കിടത്തിക്കോളൂ. അദ്ദേഹം മേടിക്കേണ്ട കുറച്ച് സാധനങ്ങൾ എഴുതി കൊടുത്തു, എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആള് ഈ പച്ച പനമ്പ്, ആ പനമ്പ് കൊണ്ടുവന്ന് മറച്ചു. അതിൻ്റെ ഉള്ളിൽ കർമ്മങ്ങൾ ചെയ്യുക. അത് തവിട് ഉണ്ടാക്കി, നെല്ല് വറുത്തിട്ടുള്ള തവിട് കൊണ്ട് എന്താ കർമ്മക്രിയ എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷെ ഇത് വെച്ചിട്ടാണ് കർമ്മം ചെയ്യണമെന്നുള്ളത് അറിയാം. കള്ളും ബ്രാൻഡിയും എല്ലാം വെച്ചിട്ട് ഗുളികയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം കർമ്മം ചെയ്യുന്നത്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അപ്പം ഈ കുട്ടീനെ ഈ മറയുടെ ഉള്ളിൽ കിടത്തിയിട്ടുണ്ട്. മറയുടെ ഉള്ളിൽ കിടത്തിയിട്ട് അതിൻ്റെ മീതിൽ വെള്ളം കൊണ്ടുകൊണ്ട് മൂടിയിട്ട് മൊത്തം മൂടിയേക്കുക. അങ്ങനെ ആ മൂടിയിട്ട് ഇദ്ദേഹത്തേക്ക് മറച്ചിട്ടാണ് ഇരിക്കും. അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു പരിധിയായപ്പോൾ ഞാൻ പറഞ്ഞ വ്യക്തിനെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, വേഗം മുറിയിലേക്ക് കയറി ഇരുന്നിട്ട് വാതിൽ ചാരിയിട്ടാൽ മതി, എന്നിട്ട് നോക്കിക്കൊള്ളൂ കേട്ടാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കിടക്കരുത്, ഞാൻ പറയുമ്പോൾ വാതിൽ തുറന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയുള്ള കർമ്മങ്ങൾ ആരും കാണാൻ പാടില്ല എന്നുള്ളതിലാണ്. അങ്ങനെ അദ്ദേഹം കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ഈ കടിച്ച പാമ്പിനെ വരുത്തിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാമ്പ് മരിക്കുക. ആ പാമ്പ് മരിക്കുമ്പോൾ തിരിച്ചെന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കർമ്മം ചെയ്തിട്ട് ഇതിനെ വരുത്തി ആ വിഷം അടിച്ചു കഴിഞ്ഞാൽ ആ വിഷത്തിൻ്റെ ഇതിൽ തന്നെ ഈ പാമ്പ് ചത്തും. അങ്ങനെയായിരിക്കണം. അപ്പോൾ പിന്നെ അത് ശാപങ്ങളായിട്ട് വരിക. അപ്പം അങ്ങനെ ഈ പാമ്പിനെ വരുത്തിക്കുക. അങ്ങനെ പാമ്പങ്ങനെ വന്നിട്ട് എവിടെ നിന്നൊന്നും അറിയില്ല, ഇങ്ങനെ മണ്ണിലിങ്ങനെ കല്ലങ്ങിയിട്ടുള്ള തരം പാമ്പാണ്. അങ്ങനെ പറന്നിട്ടാണ് വരുന്നത്. പറന്നെന്ന് ഉദ്ദേശിച്ചത് ഭയങ്കര സ്പീഡിൽ. അദ്ദേഹം ഇതിന് കർമ്മം ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ മൂർത്തികളും ആ മൂർത്തികളുടെ സ്വഭാവം ആചരണം ആ തരത്തിലായിരിക്കാം. ആ കർമ്മങ്ങൾ അതിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാമ്പ് ഇവിടെ കയറി വരിക. ആ കയറി വന്നിട്ട് ഈ കുട്ടിയുടെ കാലിന് വീണ്ടും കൊത്തുക. അപ്പം ഇത് പറയുമ്പോൾ വിചാരിക്കും നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ വായിച്ച കഥകളിലോ അല്ലെങ്കിൽ കേട്ട അമ്മാമ്മമാരും അച്ഛമ്മമാരൊക്കെ പറഞ്ഞ കഥകളിലുള്ളതാണ്. അല്ല, ചേച്ചി നേരിട്ട് കാണാം. അങ്ങനെ ഈ പാമ്പ് അടിച്ച വശം ആൾ തിരിഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, നോക്കൂട്ടാ നോക്കുമെന്ന് പറഞ്ഞ് വായിൽ തുറന്ന് നോക്കുമ്പോൾ ഈ പാമ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആളിങ്ങനെ ചാട്ടി പെട്ടെന്നിട്ട് അങ്ങനെ ഓടുന്നത് കാണുന്നത്. ഇവിടെ തിരിഞ്ഞ വശം ആൾ കണ്ടുപിടിച്ചു. കാരണം ആൾക്ക് മനസ്സിലാവണമെങ്കിൽ അനുഭവം വേണ്ടേ. അനുഭവം വേണമെന്ന് വെച്ചെങ്കിൽ കുറേ കാലം നിന്നിട്ട് കണ്ടിട്ട് കാര്യമില്ല. ഇതിന്ന് പോണത് കാണണ്ടേ. ഇതിന്ന്
ഈ പാമ്പ് അങ്ങനെ അങ്ങനെ കിട്ടുന്നിട്ടെങ്കിൽ നല്ല സ്പീഡിൽ പോണതാണ് ചേച്ചി കാണുന്നത്, ഇവർ കാണുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കുറച്ചൊരു പരിധി കഴിഞ്ഞ് നോക്കുമ്പോൾ പാമ്പ് തല തല്ലി അവിടെ വീണു. അങ്ങനെ ഇവർ പോയിട്ട് കാണാനായിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കിനും ഈ കുട്ടി എണീറ്റ് വരാൻ പറഞ്ഞു. കർമ്മങ്ങളുടെ അവസാനത്തിൽ തന്നെ ഈ കുട്ടീനെ എണീറ്റ് വരാൻ പറഞ്ഞു. കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരണത്. അങ്ങനെ പറഞ്ഞ് വേഗം ഇതിന് ഭക്ഷണം ശരി, കഞ്ഞി, ആ കഞ്ഞിയിൽ പ്രത്യേക സംഗതികളൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ കഞ്ഞി കൊടുക്കണം എന്നാണ്. അതിന് ഉണർന്ന വശം കഞ്ഞി കൊടുത്തു. അങ്ങനെ ഇവർ ഈ പാമ്പിനെ കാണാനായിട്ട് പോകാം. അവിടെ ചെന്ന് നോക്കുമ്പോൾ പാമ്പ് ചത്ത് കിടക്കുന്നു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വ്യക്തി, അപ്പം ഇത് കണ്ട വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ മകൻ ഈ കർമ്മീനെ വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചീത്ത പറയാറുണ്ട്. അത് ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ല, കാരണം അവരുടെ വിരലുകളൊക്കെ ഇങ്ങനെ, വിരലുകൾ ഈ നിലയ്ക്കായി. ഈ പാമ്പിനൊക്കെ കൊന്നു കഴിഞ്ഞാൽ കുഷ്ഠം ആണ് വരും. പാമ്പിനെ കൊന്നതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ വരാം. പക്ഷെ ഇദ്ദേഹം വന്നുകൊണ്ടിരിക്കുക, എല്ലാ വിരലും പോയി. എന്നിട്ടും ഓരോരുത്തർ പരാതിക്കാർ പറയുമ്പോൾ, അല്ലെങ്കിൽ ജീവൻ എടുത്ത് തരണേ എന്നിട്ട് കെഞ്ചുമ്പോൾ പഠിച്ച പണി ചെയ്യാനായിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും നിർബന്ധിതനാകുക. അങ്ങനെ നിർബന്ധിതനാകുമ്പോൾ ആ കുടുംബത്തിലേക്ക് വീണ്ടും വീണ്ടും ശാപങ്ങളുടെ അളവ് കൂടിക്കൊണ്ടുവരിക. കാരണം അത്രയധികം പാമ്പിനെ അദ്ദേഹം കൊന്നിട്ടുണ്ട്. എങ്ങനെ? കർമ്മം ചെയ്തിട്ട് അത് അദ്ദേഹത്തിൻ്റെ മിടുക്കോ, അദ്ദേഹത്തിൻ്റെ ഉപാസക ഗുരുക്കന്മാരുടെ മിടുക്കോ, മൂർത്തികളുടെ മിടുക്കോ, ആ മിടുക്കിനാൽ അദ്ദേഹം ചെയ്യുമ്പോൾ ഈ പാമ്പ് എത്ര ദൂരമുള്ളായാലും ശരി, അദ്ദേഹം കർമ്മം ചെയ്യുന്ന ആ കർമ്മമുഖത്തേക്കാണ് ആള് വടിയുമ്പോൾ പാമ്പ് വരുന്നതെന്ന് പറഞ്ഞ പോലെ പാമ്പ് പിടിക്കെത്തുന്നത്. അങ്ങനെ പാമ്പ് വന്നിട്ട് വീണ്ടും ആ കടിച്ച ആളെ വീണ്ടും കടിച്ചു കഴിഞ്ഞാൽ ആ വിഷം വലിച്ചെടുക്കും എന്നാണ്. പിന്നെ ആൾ മരിക്കില്ല. അപ്പോൾ ആ വിഷം വീണ്ടും കൊത്തിക്കഴിഞ്ഞാൽ ഈ വിഷം അങ്ങനെ വലിച്ചെടുക്കും, വേക്കം എല്ലാം പോരും. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വിഷമമുണ്ടെങ്കിലും മരണം ആയിട്ടുണ്ടെങ്കിൽ തന്നെ, മരണം അടുത്തുണ്ടെങ്കിൽ തന്നെ അത് വിട്ടു. കാരണം വിഷം കൊണ്ട് പോകുന്നില്ലേ. ആ വിഷം പോന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇയാൾക്ക് റിയാക്ഷനായിട്ട് വരിക, പിന്നെ ഇയാൾ മരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പാമ്പിനൊക്കെ കൊന്നിട്ട് അതിൻ്റെ ശാപദുരിതങ്ങളായിട്ട് കുടുംബം മൊത്തം നശിച്ചു പോയിട്ടുണ്ട്. ഒരാളെ നന്നാക്കുമ്പോൾ ഇവിടെ നശിക്കുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യരുതെന്ന് പല തവണ അവരെ വീട്ടുകാർ വിലക്കിയിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ജീവന് പന്താടുന്ന ആ വേളയിൽ ജീവൻ കിട്ടാൻ അദ്ദേഹം വിചാരിച്ചാൽ ജീവൻ കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ശവം പോലെയുള്ളതായ സംഭവത്തിനെ കൊണ്ട് ജഡത്തിനെ കൊണ്ടുപിടിക്കെത്തുന്നത്. അപ്പോൾ അതിൽ ഈശ്വരൻ കൊടുത്തിട്ടുള്ളതായ അരിയും ആയുസ്സും ഉണ്ടെങ്കിൽ, ഒരു തരിയെങ്കിലും ശ്വാസം ഉണ്ടെങ്കിൽ, ആ ഹൃദയമിടിപ്പ് നിന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അത് പാമ്പിൻ്റെ തന്നെ ആവണം കേട്ടോ. ആണെങ്കിൽ അദ്ദേഹം തിരിച്ചു കൊടുക്കും, ജീവൻ തിരിച്ചു കൊടുക്കും. പറ്റില്ലെങ്കിൽ അദ്ദേഹം പറയും. അപ്പം അത് ഓരോരുത്തരെ ജീവൻ രക്ഷിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ഓരോന്നും അറ്റുപോയിക്കൊണ്ടിരിക്കുക. കുഷ്ഠരോഗമായിട്ട് മൊത്തം ശരീരമാകെ ഈ രോഗങ്ങളായിട്ട്. കാരണം ഞാനും പാമ്പിനെ കർമ്മം ചെയ്തിട്ട് സർപ്പദോഷങ്ങൾ, സർപ്പദുരിതങ്ങളുള്ളവർക്ക് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ ആവാഹിച്ച് മാറ്റും. ഒരുപാടെണ്ണം തന്നെ. അപ്പം ഞാനും വിചാരിക്കും എനിക്കും അതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സർപ്പദുരിതങ്ങൾ ഒരു വീട്ടിലേക്കുണ്ടെങ്കിൽ, ചില വ്യക്തികൾക്കുണ്ടെങ്കിൽ കർമ്മം ചെയ്തിട്ട്, അപ്പോൾ അവർക്ക് ശരീരത്തിൽ, ചില വ്യക്തികളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു പോലെയാണ്. അല്ലെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന് എന്ത് പ്രണയമുണ്ട്, എന്ത് ഇഷ്ടമുണ്ട്, ആ ശരീരത്തിനോട് എന്ത് ആർത്തിയുണ്ട്, അതേപോലെ തന്നെയുള്ള ഒരു സ്വഭാവം ഈ ഉപദ്രവിക്കുന്ന നാഗങ്ങളിൽ ഉണ്ടായിരിക്കാം. കരിനാഗങ്ങൾ എന്ന് പറയുന്നത് അത് സ്ത്രീകളോട് തീർച്ചയായിട്ടും അവരോട് ലൈംഗികപരമായിട്ടുള്ളതായ ഒരു അടുപ്പം പൂർണ്ണമായിട്ടുണ്ടാകുന്നത്. അത്തരം ഒരു അടുപ്പുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മുറിച്ചു മാറ്റാനായിട്ട്, അല്ലെങ്കിൽ അകറ്റി നിർത്താനായിട്ട്, അല്ലെങ്കിൽ ആവാഹിച്ച് മാറ്റാനായിട്ട് ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. ചിലവരിങ്ങനെ നോക്കാറില്ല. എന്തെങ്കിലും ഒരു പ്രദീപം മേടിച്ച് അത് സർപ്പക്കാവിൽ കൊടുത്ത് പാലും നൂറും കഴിച്ചാൽ മതി,
സർപ്പബലി കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. അതുകൊണ്ട് ഇതൊന്നും വിട്ടുമാറണമെന്നില്ല. കൊടുത്തിട്ടുള്ളതായി പോകും. ഒരു പ്രതിമ കൊടുത്തു, അതുമാതിരി പുഷ്പാഞ്ജലി അല്ല അർച്ചന ചെയ്തു, പാലും നൂറും കഴിച്ചു, സർപ്പബലി നടത്തി. അതിനുള്ള ചിലത് എന്തെങ്കിലും ചിലപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും എന്നല്ലാതെ ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാവില്ല. അപ്പം ഈ പറഞ്ഞു വന്നത് അവർക്ക് സാധാരണ ഈ സർപ്പദോഷം ഉണ്ടാകുമ്പോൾ അതിനോട് തന്നെ അവരുടെ കുടുംബപരമായിട്ട് മറ്റ് ദുരിതങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പ്രേതബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, ശത്രുദോഷങ്ങൾ ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഗണപതി ഹോമം, സുദർശനം, പ്രത്യങ്കര അല്ലെങ്കിൽ തൃഷ്ടുപ്പോ, യമരാജ, പ്രേതദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് ചെയ്യാൻ നല്ലത്. മിക്കവാറും ഞാൻ പ്രത്യങ്കര ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് വീടിന് ദോഷമാണ്, വ്യക്തിക്ക് ദോഷം എന്ന് ചിലവർ പറയാറുണ്ട്. പക്ഷെ നമുക്ക് സ്യൂട്ടബിളാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറാനായിട്ട് നല്ല, വേറെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. കാരണം മന്ത്രങ്ങൾ അത് നമ്മൾ ചെയ്യാനുള്ളതാണ്. അതാ നമ്മുടെ ആവശ്യം അനുസരിച്ച് അതാ ദേവതേനെ അത്യധികം ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിന് വിഷമമില്ല. ആ ദേവതേനെ കൃത്യമായിട്ട് നമ്മൾ ആചരിച്ചാൽ മതി കർമ്മത്തിൽ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ സർപ്പദോഷം ഉണ്ടെങ്കിൽ ആ സർപ്പങ്ങളെ കർമ്മം ചെയ്തിട്ട് ആ കർമ്മങ്ങളുടെ പര്യവസാനത്തിൽ ഇവരുടെ ശരീരത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക. ഈ വ്യക്തികളുടെ ശരീരത്തിൽ അവരുടെ സ്ഥലങ്ങളിലോ യോനി ഭാഗത്തോ അല്ലെങ്കിൽ അടിവയറിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇവരുടെ സാന്നിധ്യങ്ങളൊക്കെ കൂടുതലുണ്ടാകാൻ സാധ്യത. അപ്പം ഈ കർമ്മങ്ങളുടെ പര്യവസാനത്തിൽ അതിൽ നിന്നൊക്കെ വിടുതൽ ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് വന്ന് കയറാനുള്ള ഒരു മാധ്യമം സർപ്പപ്രതിമ നമ്മൾ വെച്ചിട്ടുള്ള പ്രതിമയിലേക്ക്, ആ പ്രതിമയെ സർപ്പപ്രതിമ പുറ്റുമുട്ട അതിലേക്ക് ആണ് ആവാഹിക്കുക എന്നുള്ളത് കർമ്മികൾക്ക് ഒരു തീരുമാനമുണ്ട്. ഇത് ഇന്നതിലേക്ക് പോകേണ്ടതെന്ന് അവർക്കും ഒരു നിർണയമുണ്ട്. അപ്പം നമ്മൾ ഇതിന്ന് അവരിൽ നിന്ന് ആവാഹിച്ച് കഴിഞ്ഞ് നേരെ ആവാഹിക്കുന്നത് പ്രതിമയിലേക്കാണ്. ആ പ്രതിമയിലേക്ക് ആവാഹിക്കുമ്പോൾ അവർക്ക് ആ വ്യക്തിയിൽ നിന്നിട്ടുള്ളതായ ആ സുഖം ഉണ്ടായിരിക്കും. ആ സുഖം അല്ലെങ്കിൽ കാമം അത് നിവൃത്തി വിട്ടിട്ട് അവർ പിന്നീട് പോകുന്നത് സാത്വികമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുന്നത്. അപ്പം പെട്ടെന്ന് അതൊന്ന് വിട്ടുമാറാനായിട്ട് അവർക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിലും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ പോകുന്നത് സർപ്പക്ഷേത്രങ്ങളിലേക്കാണ് പോകുന്നത്. അതും ചെറുവക ക്ഷേത്രങ്ങളിലേക്കല്ല, വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്കാണ്. ഇപ്പോൾ മണ്ണാർശാല, പാമ്പുമേക്കാട്, പാതിരക്കുന്ന് മന, അത്തരം ക്ഷേത്രങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനോട് കൂടി ചേർന്നാൽ പിന്നെ അവർ വിട്ടുപോകില്ല. അവർക്ക് ധാരാളം അവിടെ ഇരിക്കാം, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വ്യക്തികൾക്ക് കർമ്മികൾക്ക് യാതൊരു ദോഷം വരാനുള്ള സാധ്യതയില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ദുരിതങ്ങളുണ്ടായാലോ നാശങ്ങളുണ്ടായാലോ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോയിടില്ലല്ല, അവരെ പ്രതിമയിലേക്ക് ആവാഹിച്ച് അതിന് നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് സാന്നിധ്യപ്പെടുത്തി തൃപ്തിയാക്കി എന്നിട്ടാണ് കാവുകളിലേക്ക് സമർപ്പിക്കുന്നത്. പിന്നെ അവർ അവിടെ ചെന്ന് ചേരാൻ പാകത്തിനെയാണ് ഇവിടുന്ന് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് ആവാഹിച്ചു. ഇപ്പോൾ നാഗത്തിനെ ഉള്ളത് നാഗത്തിനെ ആവാഹിച്ചു, നാഗത്തിൽ നിന്ന് നാഗത്തിൻ്റെ ഉപാസകനെ ആവാഹിച്ചു, മറ്റ് പ്രേതാദികളെ ആവാഹിച്ചു, സ്ഥലത്തുള്ളതായ മറ്റ് മൂർത്തികളെ തന്നെ ഈ നാഗത്തിൽ നിന്ന് ആവാഹിച്ചു, അല്ലെങ്കിൽ മറ്റ് മൂർത്തികളിൽ നിന്ന് നാഗത്തിനെ ആവാഹിച്ചു, അല്ലെങ്കിൽ ആ പ്രേതങ്ങളിൽ നിന്ന് നാഗത്തിനെ ആവാഹിച്ചു. അങ്ങനെ പരസ്പരം കെട്ടിയിട്ടുള്ള കെട്ടുകളറുത്ത് ഓരോന്നും ഓരോ പ്രതിമയിലേക്ക് ആക്കി ഓരോ കാവുകളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ അവരിനെ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥലത്തേക്ക് എത്തിച്ചു. ഇപ്പം ഞാൻ കർമ്മം ചെയ്യുന്ന സമയത്ത് വേർപാടൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇതിൻ്റെ നമ്മൾ പ്രമാണി എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ കർമ്മത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കർമ്മം ചെയ്യുന്നതിന് മുൻപായിട്ട് കളങ്ങളൊക്കെ തയ്യാറാക്കി ഗണപതി ഹോമം മിക്കാറും കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മദൈവങ്ങളുണ്ട്. ആ ധർമ്മദൈവങ്ങളെ എടുത്ത് വന്നിട്ട് അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം പറയുക വെച്ചാൽ ഈ നമ്മുടെ നാലാം മേടത്തേക്ക് വന്നിരിക്കുന്ന സന്താനങ്ങൾക്ക് അവരുടെ ശരീരത്തിൽ ഉപദ്രവിക്കുന്നതായ മൂർത്തികളെ അവരിൽ നിന്ന് രക്ഷിക്കുന്നതിനൊപ്പം, അല്ലെങ്കിൽ വന്നിരിക്കുന്ന സന്താനങ്ങളെ രക്ഷിക്കുന്നതിനൊപ്പം അവരുടെ ശരീരത്തിലുള്ളതായ മൂർത്തികളേനെ, നാഗങ്ങളേനെ, പ്രേതാദികളേനെയും നമ്മളെ കൊണ്ട് രക്ഷിക്കാൻ കഴിയണേ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ദൈവങ്ങൾക്ക് കർമ്മം ചെയ്ത് ഒരു കൂട്ടി
അവരുടേതായ ആകുരുതി കമഴ്ത്തിയിട്ട് പിന്നെ കർമ്മത്തിന് പോകുള്ളൂ. അപ്പോൾ ഇവരിനെ നമ്മൾ വെറുതെ അനാഥയായിട്ട് വിടില്ല. ഇവരെന്നെ വന്നിരിക്കുന്ന വ്യക്തികളെ രക്ഷിക്കാൻ പറ്റുന്ന പോലെ രക്ഷിക്കുന്ന പോലെ ഈ നാഗത്തിനോ പ്രേതാദികളോ മറ്റു മൂർത്തികളെ തിരിച്ച് അവരെ രക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. അല്ലെങ്കിൽ അവർ എൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പണിയും പോവും, എൻ്റെ ധർമ്മദൈവങ്ങളിലേക്കും ഇവരുടെ അശുദ്ധികൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാവുക. അതിനെ മാറ്റാൻ പണികളേറെ എടുക്കേണ്ടി വരും. അപ്പം ഈ പറഞ്ഞു വന്നത് ഇത്തരം കർമ്മല്ല അദ്ദേഹം അവിടെ ചെയ്യുന്നത്. അദ്ദേഹം വലിയൊരു മഹത്തരമായിട്ടുള്ള കാര്യം ചെയ്യണം, ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യണത്. ആലോചിച്ച് നോക്കുക. പാമ്പ് കടിച്ച് വിഷവൈദ്യൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം വായിലേക്ക് കൊടുക്കണമെന്നോ കഷായോ വേറെ എന്തൊക്കെയാണെങ്കിൽ കൊടുത്തു, അല്ലെങ്കിൽ ഇന്നമാരി എൻ്റെ പത്തികളൊക്കെ പറഞ്ഞ് ആ വിഷം ഇറങ്ങിപ്പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമില്ല, അദ്ദേഹം ആ വ്യക്തിനെ രക്ഷിക്കുക. പക്ഷെ ഇവിടെ കടിച്ച പാമ്പിനെ തിരിച്ചു വിളിക്കുക. അവൻ ഏത് ലോകത്തായാലും ശരി, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളുടെ പര്യവസാനത്തിൽ അവനോട് വന്നേ പറ്റുള്ളൂ എന്നുള്ളത് ഈ കർമ്മിക്കറിയാം. അവിടെ പിഴക്കില്ല, കാരണം തലമുറകളായിട്ട് ചെയ്തു വരുന്നതാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തായാലും ശരി, അദ്ദേഹം അവിടേക്കൊന്നും ചിന്തിക്കുന്നില്ല. ഈ മകനെ രക്ഷിക്കണോ, അല്ലെങ്കിൽ വ്യക്തിനെ രക്ഷിക്കണോ, അമ്മേനെ രക്ഷിക്കണോ, ചേട്ടനെ ആരെ വന്നിട്ട് അവരെ രക്ഷിക്കണോ. അപ്പോൾ ആ കർമ്മം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മാന്ത്രിക സിദ്ധി അനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം ആ സാധനം അവിടെ എത്തണു, ആ നാഗവിടെ എത്തണു, ദംശിക്കണു, വിഷം വലിച്ചെടുക്കണു, അദ്ദേഹം തിരിച്ചു പോവുക. പിന്നെ ഭ്രാന്തായിട്ട് പോണത്. പിന്നെ ഇദ്ദേഹത്തിനോട് യാത്ര പറയില്ലല്ലോ, പോവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവൻ തല അട്ടിച്ച് അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കിനും അതിൻ്റെ പണി കഴിയും. അപ്പോൾ അതിന് ശാപം ഉണ്ടാകുക. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. അപ്പം ചൈനയിൽ അവർക്ക് ആ പാമ്പിനെ കൊല്ലുന്നുണ്ട്, കഷ്ണം മുറിക്കുന്നുണ്ട്, വലിയ പീസ് എടുത്തിട്ട് പറക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്. അതൊക്കെ അവരുടെ കാര്യം. അവരെന്തുണ്ടാവും നമുക്കറിയില്ല. നമുക്ക് ഇവിടെ അറിയുള്ളൂ. ഇവിടെ എങ്കി വരുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എലിപ്പനി വരുന്നുണ്ടോ, നമുക്ക് ഇവിടെ വരുന്ന കാര്യം നമുക്കറിയാൻ പറ്റുള്ളൂ. നമുക്ക് വന്നാലേ നമുക്ക് അതിന് അനുഭവമുള്ളൂ. ഇപ്പോൾ ഡെങ്കി വന്നിട്ടുള്ള ആൾക്ക് എന്തുള്ളതെന്ന് വരാത്തൊരാൾക്കറിയില്ല. ആ വന്ന് അനുഭവിച്ചോലെയാണ്. എനിക്ക് വന്നിട്ടുണ്ട്. ഈ നഖമരം ഉരി പോകുന്ന പറയണം. നഖമരം ഉരി പോകുക, അല്ലെങ്കിൽ ഇതുവരെ രക്തം വരും, നമ്മുടെ ശരീരഭാഗങ്ങളിൽ രക്തം വരും. അതേപോലെ തന്നെ കൗണ്ട് ലക്ഷങ്ങളുണ്ടാകുന്ന കൗണ്ട് വളരെ കുറഞ്ഞു വരും. അത് നമുക്ക് അനുഭവമുള്ള കാരണമാണ് അത് ഇങ്ങനെ മനസ്സിലാക്കാണ്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഡെങ്കു വരാത്തൊരാളാണെങ്കിലോ, എന്നിട്ട് പനി വന്നു അതിനിപ്പോൾ എത്ര, ചിലപ്പോൾ ഡെങ്കിക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ജോയിൻ്റ് ഒക്കെ പെയിനായിരിക്കും. അതേപോലെ പിന്നെന്താ, ഒരു പ്രതിരോധ ശക്തി ഉണ്ടാകാം, പെട്ടെന്ന് പ്ലാറ്റിനറ്റ് ഒക്കെ കുറഞ്ഞ് ആകതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഇത് കേൾക്കുമ്പോൾ ആളുകൾ കളിയാക്കണം, കാരണം കുറക്കാൻ മനസ്സിൽ വരട്ടെ. അപ്പോൾ ഇത് അറിയുന്ന ഒരാളാണ് ഈ സംഭവം ചെയ്തു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ തലമുറ മൊത്തം നശിച്ചു പോയി. തുടർന്ന് ആരും ചെയ്തില്ല, കാരണം ചെയ്തു കഴിഞ്ഞാൽ ഇന്നതാണെന്ന് അറിയാം. അപ്പോൾ ആ വ്യക്തി എവിടെ ഉള്ളതാണോ, ആളുടെ വീട് എവിടെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ സ്ഥലം അറിയാം, വീട് എനിക്കറിയില്ല, മരിച്ചിട്ട് ഉണ്ടായി എത്ര വർഷമായി ഇത് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ചില വിദ്വാൻമാരായിട്ടുള്ള ദൈവതുല്യരായിട്ടുള്ള കർമ്മികളുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ജീവിതത്തിൽ ഒരു സമ്പാദ്യം ഉണ്ടാക്കില്ല. ഈ വിരലുകളൊക്കെ പോയി എന്നല്ലാതെ അവരൊന്നും സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവരും പൈസ പറഞ്ഞിട്ടുള്ളൊരു കച്ചവടമാവില്ല, കർമ്മങ്ങളായിരിക്കില്ല. അവർക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ സ്വല്പം സാധനങ്ങൾ മേടിക്കണോ, സ്വല്പം കർമ്മം കഴിക്കാനും അവരുടെ ദേവതകൾക്ക് ഒരു നേരത്തെ വിളക്ക് വയ്ക്കാനുള്ളൊരു എന്തെങ്കിലും ഉണ്ടാക്കുക എന്നല്ലാതെ അത് വെച്ചിട്ട് ഒരു സമ്പാദ്യം ഉണ്ടാക്കാനായിട്ട് അവർ ഒരു കാര്യം ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഇന്നാണെങ്കിൽ ഒരുപാട് വരുമാനങ്ങളും കാറും പത്രാസും കാര്യങ്ങളും ബിൽഡിങ്ങുകളൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അന്ന് അത് അവരുടെ വിശ്വാസം, ആചരണമാണ്, ഉള്ളു തട്ടിയിട്ടുള്ള വിശ്വാസമാണ്, ആ ഉപാസനയാണ്, സേവാമൂർത്തിയുള്ള അനുഗ്രഹമാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ നടന്നിരുന്നു ഒരു കാലത്ത്, വിഷം ഇറക്കാനൊക്കെ ആയിട്ട്. ആ വിഷം ഇറക്കിയിട്ടുള്ള പാമ്പിനെ വരുത്തി പൊത്തിച്ചിട്ടുള്ള ആരും സന്തോഷത്തോടുകൂടി ആ തലമുറ ഉണ്ടായിട്ടില്ല, ഒക്കെ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദൈവങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്ന കേട്ടോ. മലബാരം മൂർത്തികൾ, കല്ലടിക്കോട് കരിനീലമ്മ, കരിങ്കുട്ടി പറക്കുട്ടി, വിശ്വനാചാത്തൻ, ചൊവ്വ, അങ്ങനെ ഒരുപാട് മൂർത്തികൾ, നാഗങ്ങൾ ഒക്കെ മധ്യമകർമ്മത്തോടു കൂടി പ്രസാദിപ്പിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം കല്ലടിക്കോട് പഠിപ്പ് തന്നെയായിരുന്നു. അവരുടെ ആ മൂർത്തികൾക്കും ഈ ശക്തിയായ കർമ്മങ്ങൾ, കാരണം അവരൊന്നും പൂണൂരിട്ട ഒരു ടീമല്ല.
അതുകൊണ്ട് തന്നെ സാത്വികമായിട്ടുള്ള കർമ്മമൊന്നും അവർക്കറിയില്ല. അവരുടെ ദേവതേനെ അവർ തൃപ്തിപ്പെടുത്താൻ അവർക്ക് കള്ള്, കുരുതി, അതേപോലെ തന്നെ മദ്യം, കോഴി, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർക്കുള്ളൂ. അതുകൊണ്ടാണ് അവർ കർമ്മങ്ങൾ ചെയ്ത് അതിനെ നിലനിർത്തി വന്നിരുന്നത്. പക്ഷെ ഇന്നത്തെ ഇതിൽ പലർക്ക് പറഞ്ഞാൽ ബോധ്യപ്പെടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് പറഞ്ഞാൽ സാത്വികമായിട്ടുള്ളതായ ഒരു കർമ്മരീതിയാണ്. സാത്വികമായിട്ടുള്ളൊരു കർമ്മരീതിയും സാത്വികമായിട്ടുള്ളൊരു ഭക്ഷണ രീതിയും ആണ് ഇന്ന് പലരും കണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മധ്യമകർമ്മം, ഒരു ശക്തായ കർമ്മം, ഒരു കവളാചാര കർമ്മം ദൈവങ്ങൾക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് മദ്യം വയ്ക്കണം, മാംസം വയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂലും കെട്ടെടുത്ത് അടിക്കാൻ വരും. കാരണം ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്കൊക്കെ ഈ മദ്യം, മാംസം എന്ന് പറഞ്ഞാൽ അവർ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടാവും, ദേവതയ്ക്ക് വയ്ക്കണവർ കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് പാൽപ്പായസം, വെള്ളനിവേദ്യം, ശർക്കര പായസം ഇതൊക്കെ വെച്ചിട്ട് കർമ്മം ചെയ്യണമെന്നാണ് അവർക്കറിയുള്ളൂ. അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ വടക്കേ ഭാഗത്ത് കളം കെട്ടിയിട്ട് കുമ്പളങ്ങ മുറിച്ചിട്ട് ഇട്ടുകൊടുക്കുക. അപ്പം ചിലവർ എന്തിനെ കുമ്പളങ്ങ മുറിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണെന്നുള്ള അതിൻ്റെ ഒരു ഐതിഹ്യം പറയാനില്ല. കുമ്പളങ്ങ എന്തിനാ മുറിക്കണത്? അവർ ഗുരുതി കർമ്മം ചെയ്യാനാണ്. അപ്പം അത് എന്തിനാണെന്നുള്ളത് അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കേൾക്കണവർക്ക് ചിലവർ ചോദിക്കും, ചിലവർ ചോദിക്കില്ല. അത് പിന്നെ അവരുടെ ഒരു എത്ര തലമുറ കഴിഞ്ഞാലും ഈ കുമ്പളങ്ങ ഇറക്കുന്ന കാര്യം മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ. എന്നാൽ ഈ കുമ്പളങ്ങ മാറ്റിയിട്ടൊരു കോഴീനെ അവിടെ കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനവർ സമ്മതിക്കില്ല. ഞങ്ങളുടെ തിരുമേനി ഇന്നെ ചെയ്യുള്ളൂ, ഞങ്ങളുടെ തന്ത്രി ഇന്നത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുമ്പളങ്ങ കർമ്മം ചെയ്യുക, കുമ്പളങ്ങ മുറിക്കുക, അതുപോലെ തേനൊഴിക്കുക ഇളനീരിൽ, അതുപോലെ തന്നെ കുറച്ച് കുരുതി, അതിൽ കുറച്ച് ഒരു ശർക്കരയും അവലും മലരൊക്കെ ഇട്ടിട്ട് അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം. പക്ഷേ ഇവിടുത്തെ മൂർത്തിയിൽ പറഞ്ഞില്ല, ഇവിടെ പാമ്പ്, ഏതോ നാട്ടിൽ കടിച്ചിട്ടുള്ള പാമ്പിനെ അവരുടെ വീട്ടിലേക്ക് വരുത്തി, അത് അങ്ങനെ വരുത്തണമെങ്കിൽ ഇദ്ദേഹം ഇരുന്നിട്ട് എന്തെങ്കിലും വെറുതെ സ്വാഹ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവരുടെ ദൈവങ്ങളെ പ്രസാദിപ്പിക്കണം. ആ ദൈവങ്ങളെ പ്രസാദിപ്പിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള കർമ്മങ്ങൾ ചെയ്യണം. അവർക്കുള്ള കർമ്മം ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അദ്ദേഹം അനുഷ്ഠിച്ചു വന്നിരുന്ന കർമ്മ, അപ്പോൾ കാളിക്കാവട്ടെ, കല്ലടിക്കോട്, കരിനീലിക്കാവട്ടെ, ചാത്തനോ കരിങ്കുട്ടിക്കോ ആർക്കും ആവട്ടെ, അവർക്ക് ചെയ്യുന്നത് കർമ്മങ്ങൾ ഈ കള്ളും കുരുതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തവിടും വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെതായ ഗുണങ്ങളുണ്ടായിരുന്നു, അവർക്ക് കൃത്യമായിട്ടുള്ളതായ വ്യത്യാസങ്ങളും വിശ്വാസവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയിലേക്ക് അത് അടിച്ചേൽപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം കുറച്ച് ഗ്യാപ്പായിട്ട് അവർ ഈ വക കർമ്മങ്ങളല്ല കണ്ടിട്ടുള്ളത്. കോഴീനെ ഇറക്കലൊന്നുമില്ല, കോഴീനെ ഇറക്കാൻ പറ്റുന്ന ആചാര്യന്മാരില്ല. ഉണ്ടായിരിക്കാം ഓരോ വീടുകളിൽ. ഇപ്പം തന്ത്രിമാരൊന്നും ചെയ്യില്ല, അത് കോഴീനെ ഇറക്കില്ല. ഒരു ബ്രാഹ്മണ തിരുമേനിയോ അതൊന്നും ചെയ്യില്ല അവർക്ക്. അതൊന്നും അവർക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, സങ്കല്പിക്കാൻ പോലും പറ്റുന്നതല്ല. അപ്പം അത് ചെയ്യണമെന്ന് വെച്ചാൽ നാട്ടിലെ ഏതെങ്കിലും കർമ്മികളോ വീട്ടിലെ കാർന്നമാരോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കവളാചാര പ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതായ ഉപാസകന്മാരോ കർമ്മികളോ വെളിച്ചപ്പാടന്മാരൊക്കെ ഉണ്ട് വെച്ചാൽ അവരെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചില വീട്ടിലെ കാർന്നമാരൊക്കെയോ. പക്ഷെ അവരിൽ കഴിയുന്ന അത് സ്പ്രെഡ് ചെയ്ത് പോവില്ല, ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് മറ്റൊരാൾ അതറിയാനും തരില്ല, ഇത് പഠിക്കാനുള്ളൊരു സ്കൂളുമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. അപ്പം ഇത് കുമ്പളങ്ങ കറക്കാനായിട്ട് നല്ലത് ഈ ദൈവങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള കർമ്മം കൊടുക്കുകയാണ് അവർക്ക് ഇഷ്ടമാവുക. അപ്പോൾ അതിന് ഒരു സാത്വികമായിട്ടുള്ളതായ ഒരു കലയോട് കൂടിയിട്ട് വെച്ചിരിക്കുന്ന ദൈവസ്ഥാനത്ത് ഒരിക്കലും ഇത്തരം കർമ്മം ചെയ്യാൻ പറ്റില്ല. അതിന് കുമ്പളങ്ങനെ പറ്റുള്ളൂ. ആ കുമ്പളങ്ങ വെച്ച് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ദേവിക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു SC/ST വീട്ടിലാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് നേരിട്ട് ആ കർമ്മം കിട്ടും ആ ദൈവങ്ങൾക്ക്. കുറ്റം പറഞ്ഞല്ല, കാരണം അവിടുത്തെ ആ സാഹചര്യം അങ്ങനെയാണ് ആക്കി വെച്ചിട്ടുണ്ടാവുക. ആ സമയം കുറച്ചുകൂടി ഒന്നുകൂടി ജാതിയിലും മതത്തിലും ഭേദപ്പെട്ടുള്ളതായ കുടുംബക്കാരുടെ വീട്ടിലാണെന്ന് വെച്ചെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ ശാന്തി പൂജ അല്ലെങ്കിൽ തിരുമേനി, മേൽശാന്തി ഇവരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ളതായൊരു കലയോട് കൂടിയിട്ടാണ് സാത്വികമായിട്ടുള്ള രൂപത്തിലുള്ള പ്രതിഷ്ഠ വെച്ചിട്ടുണ്ടാവുക. അവിടെ മറ്റുള്ളതൊന്നും നടക്കില്ല. അല്ലെങ്കിൽ ഒരു SC/ST കുടുംബങ്ങളിലാണ് വെച്ചെങ്കിൽ അവരുടെ ദൈവങ്ങൾ തന്നെ ഇതേ പവർ, ഇതേ ശക്തി അല്ലെങ്കിൽ ഇതിലും ശക്തിയാണ്. കാരണം അവർക്ക് ചെയ്യുന്നത് തനതായ കർമ്മങ്ങളാണ് ചെയ്യണത്. എന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ആ സംഭവങ്ങൾ അവിടെ ഉണ്ട്, അത് ചെയ്യാം. അപ്പം ഇതിനെ കൃത്യമായിട്ട് അവർ ആചരിച്ചു, കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും കഴിവ് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ പാമ്പിനെ വരുത്തി കുത്തുന്ന കഥ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആശ്ചര്യമായിരിക്കും. എങ്കിലും
എൻ്റെ ഈ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് നന്മകൾ നേരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.